മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയിയുടെ ബൂത്തിൽ LDFന് ലീഡ്. പോത്തുകൽ പഞ്ചായത്തിലെ ബൂത്ത് 126-ൽ M സ്വരാജ് 65 വോട്ടുകൾക്ക് ലീഡ് ചെയ്തു. മുൻ തെരഞ്ഞെടുപ്പുകളിൽ UDF ലീഡ് ചെയ്ത ബൂത്താണ് ഇതൊക്കെ. DCC പ്രസിഡന്റ് VS ജോയിയുടെ ബൂത്തിൽ LDF സ്ഥാനാർത്ഥി M സ്വരാജ് ലീഡ് ചെയ്തത് കോൺഗ്രസിനകത്ത് വലിയ ചർച്ചയായിരിക്കുകയാണ്. പോത്തുകൽ പഞ്ചായത്തിലെ 126-ാം നമ്പർ ബൂത്തിലാണ് LDFന് ലീഡ് ലഭിച്ചത്. 275 വോട്ടുകൾ സ്വരാജിന് ലഭിച്ചപ്പോൾ 210 വോട്ടുകൾ മാത്രമാണ് ആര്യടൻ ഷൗക്കത്തിന് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. 65 വോട്ടുകളുടെ ലീഡ്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പുകളിലെല്ലാം UDFന് നല്ല ലീഡ് നൽകിയിരുന്ന ബൂത്താണ് ഇത്. പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 141 വോട്ടുകളുടെ ലീഡ് ഉണ്ടായിരുന്നു. 2021 നിയമസഭാ തെരഞ്ഞെടുപ്പിലും UDFന് തന്നെയായിരുന്നു ലീഡ് ഉണ്ടായിരുന്നത്. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾക്ക് ചുക്കാൻ പിടിച്ച DCC പ്രസിഡന്റിന്റെ ബൂത്തിൽ പിറകിൽ പോയത് വിജയത്തിനിടയിലും കോൺഗ്രസ് നേതാക്കളെ അസ്വസ്ഥരാക്കുന്ന ഒരു കാര്യം തന്നെയാണ്. നേരത്തെ ആര്യടൻ ഷൗക്കത്തിനെ സ്ഥാനാർത്ഥിയാക്കിയ ഘട്ടത്തിൽ ജോയിയുടെ അനുയായികൾക്ക് വലിയ പ്രതിഷേധം ഉണ്ടായിരുന്നു. അത്തരത്തിലുള്ള വാർത്തകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനത്തെ റിപ്പോർട്ടുകൾ ഒരുപാട് വന്നിട്ടുണ്ടായിരുന്നു. അന്തരിച്ച കോൺഗ്രസ് നേതാവ് VV പ്രകാശിനെ അനുകൂലിക്കുന്നവരും ഷൗക്കത്തിനെതിരായുള്ള നിലപാട് തന്നെയാണ് സ്വീകരിച്ചത്. 2021-ൽ UDF സ്ഥാനാർത്ഥിയായിരുന്ന പ്രകാശിന്റെ വീട്ടിൽ ആര്യടൻ ഷൗക്കത്ത് പോകാത്തതും മണ്ഡലത്തിൽ സജീവ ചർച്ച തന്നെയാണ്. ഷൗക്കത്തിന്റെ സ്ഥാനാർത്ഥിത്വത്തിൽ അതൃപ്തിയുള്ള ഒരുപാട് കോൺഗ്രസ് പ്രവർത്തകർ ഉൾപ്പെടെ ഷൗക്കത്തിനെതിരെ വോട്ട് ചെയ്തു എന്നുള്ളതാണ്, മാറ്റി ചെയ്തു എന്നുള്ളതാണ് വിലയിരുത്തൽ. DCC പ്രസിഡന്റ് ജോയിയുടെ ബൂത്തിൽ UDF സ്ഥാനാർത്ഥി പിറകിൽ പോയത് വരും ദിവസങ്ങളിൽ കോൺഗ്രസിൽ വലിയ വിവാദങ്ങൾ ഉണ്ടാക്കാൻ തന്നെയാണ് സാധ്യതയുള്ളത്. ഉപതെരഞ്ഞെടുപ്പ് ഫലത്തിലെ ജനവിധി അംഗീകരിക്കുന്നതായാണ് MP ഗോവിന്ദൻ മാസ്റ്റർ പറഞ്ഞിരിക്കുന്നത്. പരാജയം പരിശോധിക്കുമെന്നും ആവശ്യമായ തിരുത്തലുകൾ വരുത്തി മുന്നോട്ട് പോകുമെന്നും അദ്ദേഹം പറയുന്നുമുണ്ട്. UDF ഭൂരിപക്ഷ ന്യൂനപക്ഷ വർഗീയതയെ തരാതരം പോലെ ഉപയോഗിച്ചിരിക്കുകയാണ്. വർഗീയ ശക്തികളെ ചേർത്ത് നിർത്തി സർക്കാരിനെതിരെ കള്ള പ്രചാരവേല നടത്തിയാണ് അവർ തെരഞ്ഞെടുപ്പിനെ നേരിട്ടത് എന്നും MP ഗോവിന്ദൻ മാസ്റ്റർ വ്യക്തമാക്കിയ ഒരു കാര്യം തന്നെയാണ്. UDFന് കഴിഞ്ഞ തവണ ലഭിച്ച വോട്ട് നിലനിർത്താൻ സാധിച്ചിട്ടുമില്ല. LDF രാഷ്ട്രീയമായി മത്സരിച്ച് വിജയിക്കാൻ കഴിയുന്ന മണ്ഡലമായിരുന്നില്ല നിലമ്പൂര്. UDFനെതിരെയുള്ള വോട്ടുകളുടെ എണ്ണം വർദ്ധിച്ചിട്ടുമുണ്ട്. UDFന് ലഭിച്ച വോട്ടുകൾ വർഗീയ ശക്തികളുടെ പിന്തുണയോടെയാണ് ലഭിച്ചത്. BJP വോട്ട് കുറയുകയും ചെയ്തു. ആ വോട്ടുകൾ UDFന് ലഭിച്ചു എന്നും ഗോവിന്ദൻ മാസ്റ്റർ പറയുകയാണ്.